കർത്താവിൻ്റെ തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം. തിരുവചനത്തെ പഠിക്കുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴും ഒരു വാക്യം അല്ലെങ്കിൽ ഒരു വാക്ക് എടുത്തിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നത് ഉചിതമല്ല. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരു വിഷയത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ആ അധ്യായം മുഴുവൻ എടുക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ പരാമർശിച്ചുള്ള ഒരു ഖണ്ഡിക മുഴുവൻ എടുക്കണം. അതും അല്ല എങ്കിൽ ഒരു ഉപദേശമോ ആശയമോ പൂർണ്ണമായി നിലനിൽക്കുന്ന ഒരു വാക്യം എടുക്കണം. മുറിവാക്യം എടുത്ത് വ്യാഖ്യാനിക്കരുത്, പ്രസംഗിക്കരുത്. അതുതന്നെയാണ് നാം ചെയ്തു വരുന്നത്. ഉപദേശത്തെ പൂർണ്ണമായി ഒരു ഭാഗത്തു നിന്ന് മറുഭാഗം വരെ മുറിഞ്ഞും അല്പമായുള്ളതും ദൈവദാസീദാസന്മാർ വ്യാഖ്യാനിക്കരുത്, അത് പഠിപ്പിക്കരുത്, അത് കേൾക്കരുത്. അതിനുപോൽബലമായ മറ്റ് വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ടാകണം എന്നുകൂടെ ഓർപ്പിക്കുന്നു. എല്ലാവർക്കും G2R പ്ലാറ്റ്ഫോമിലേക്ക് വന്ദനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് കുരുവിള വർഗീസ്. ഇത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള വളരെ വിസ്തൃതമായി കിടക്കുന്ന ഒരു ആത്മീയ വിഷയത്തെ രണ്ട് ഭാഗങ്ങളെ തമ്മിൽ കോർത്തിണക്കിക്കൊണ്ട് നിറവേറിക്കഴിഞ്ഞ നിഴലും നിറവേറിക്കൊണ്ടിരിക്കുന്ന പൊരുളും, അതാണ് നമ്മുടെ പഠന വിഷയം. പത്രോസ് അതിനെക്കുറിച്ച് വളരെ ആധികാരികമായി എഴുതിയ വാക്യമാണ് തൻ്റെ ഒന്നാമത്തെ ലേഖനം 2:9. പഴയ നിയമത്തിലെ അന്ധകാരങ്ങൾ അത് കൊടുക്കപ്പെട്ടു എങ്കിലും അതിൻ്റെ പൂർണ്ണരൂപം വെളിപ്പെട്ടില്ല. അത് വെളിപ്പെടുത്തിയതിന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് പ്രഥമ സുവിശേഷത്തിൽ തന്നെ, അതായത് ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി പ്രവചനം വരെ എഴുതപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളെ പുരസ്കരിച്ച് നമ്മുടെ രക്ഷിതാവ് തന്നെ പറഞ്ഞ കാര്യം മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം മുതൽ എഴുതി. അതിങ്ങനെയാണ്: പഴയ നിയമത്തിലെ അതിവിസ്മയമായ കാര്യങ്ങൾ അവർ പ്രവചിച്ചു, ജനത്തിന് കൊടുത്തു. എങ്കിലും അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് കേൾക്കാതെയും ഗ്രഹിക്കാതെയും ഇരിക്കിയാൽ ഞാൻ ഉപമകളെ അവരോട് സംസാരിക്കുന്നു എന്ന് തിരുവചനത്തിൽ പറഞ്ഞ ശേഷം കർത്താവ് തൻ്റെ ചുറ്റും കൂടിയിരിക്കുന്ന മുക്കുവരായിരിക്കുന്ന, വിദ്യാഭ്യാസമില്ലാതിരിക്കുന്ന, പഠിപ്പറിവില്ലാതിരിക്കുന്നവരോട് പറയുകയാണ്, യെശയ്യാവ് പറഞ്ഞ പ്രവചനത്തിന് അവരിൽ നിവർത്തി വന്നിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവർ. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാനും ആഗ്രഹിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് ഗ്രഹിപ്പാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പത്രോസ് ആ കൂട്ടത്തെക്കുറിച്ച് തൻ്റെ ഒന്നാമത്തെ ലേഖനം 1-ാമത്തെ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് വരുവാനുള്ള രക്ഷയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ അത് എപ്പോൾ നിവർത്തിക്കപ്പെടും എന്ന് കാണുവാനും കേൾക്കുവാനും വളരെ ആഗ്രഹിച്ചു. ഉദാഹരണം, യെശയ്യാ പ്രവചനം 7:14 കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേരിടും. ആ ഇമ്മാനുവേലിനെ ഒന്ന് കാണുവാൻ യെശയ്യാ പ്രവചനം കാത്തിരുന്നു, കണ്ടില്ല. അതുപോലെ എത്ര പ്രവചനങ്ങൾ, എത്ര മാർമിക വിഷയങ്ങൾ. യെശയ്യാവ് പ്രവചിച്ച ഇമ്മാനുവേലാണ് ഇപ്പോൾ ജനത്തോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വിശുദ്ധന്മാരായ ദൈവമക്കൾ ജാഗ്രതയോടുകൂടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും കേൾക്കുകയും ചെയ്യുക. BC 1650 മോശെ മുഖാന്തരം ഈ ജനത്തോട്, ഇസ്രായേൽ ജനത്തോട് സംസാരിച്ച വചനങ്ങൾ ഇങ്ങനെയാണ്. കാലസമ്പൂർണതയെങ്കിൽ ഏകദേശം 1200 സംവത്സരങ്ങൾ കഴിഞ്ഞ് പറയുകയാണ്, നേരുള്ള ഉപദേശം അവൻ്റെ വായിലുണ്ടായിരുന്നു. ലേവ്യ പുസ്തകം 10:10, 24-ാം അധ്യായം 8:11 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളെ പുരസ്കരിച്ചുകൊണ്ടാണ് പറയുന്നത്. നീതികേട് അവൻ്റെ അധരങ്ങളിൽ കണ്ടില്ല, സമാധാനമായും പരമാർത്ഥമായും അവൻ എന്നോടുകൂടെ നടന്നു. ലേവ്യയെക്കുറിച്ചാ, പലരെയും അകൃത്യം വിട്ടുതിരിയുമാറാക്കി. എന്നിട്ട് പറയുകയാണ്, പുരോഹിതൻ, പഴയ നിയമത്തിലെ പുരോഹിതൻ, ലേവി ഗോത്രത്തിലെ അഹരോന്റെ സന്തതികൾ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ദൂതനാണ്.
അവൻ്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കേണ്ടതും ആണ്. എന്നാൽ മലാക്കി പ്രവാചകന്റെ കാലം BC 400 പറയുകയാണ്, നിങ്ങളോ ഇപ്പോൾ വഴി വിട്ടുമാറായി. അവർ തന്നെ വഴി വിട്ടുമാറി. മാത്രമല്ല പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷാഭേദം കാണിച്ചിരിക്കുന്നത് കൊണ്ട് ഞാനും നിങ്ങളെ സകലത്തിനും നിന്ദിതരാക്കും, നീചന്മാരാക്കും എന്ന്. ഈ പുസ്തകത്തിൽ മുഴുവൻ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. ആ ഭാഗം ഞാൻ അവിടെ വിടുന്നു. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ജനങ്ങളെയും പുതിയ നിയമസഭാ വിശ്വാസികളെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ നടുവിൽ നിന്ന് ദൈവത്തിൻ്റെ തേജസ് അവരുടെ നടുവിൽ നിന്ന് പിന്മാറിപ്പോയി, സ്വർഗത്തേക്ക് പോയി. അതുകൊണ്ട് അവരുടെ ആലയം ഇടിക്കപ്പെട്ടു. രാജാക്കന്മാർ അടിമത്വത്തിൽ പോയി. പ്രഭുക്കന്മാർ ചങ്ങലകൾ ധരിച്ചുകൊണ്ട് വിദേശങ്ങളിൽ അടിമകളായി പോകേണ്ടി വന്നു. നോക്കണേ, ദൈവകൽപ്പനയോട് കാണിച്ച അധർമ്മത്തിൻ്റെയും അനീതിയുടെയും പരിണതഫലം രാജ്യം തന്നെ നഷ്ടമായി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു വിശ്വാസിയെ അശുദ്ധമാക്കുന്ന വിഷയങ്ങളും പരിണതഫലങ്ങളും, സത്യം പറയട്ടെ, ഇന്നത്തെ ആത്മീയ സഭകളിൽ ഇതൊന്നും പഠിപ്പിക്കാറില്ല. നിങ്ങൾ എന്നെ കേൾക്കുന്നവർ തന്നെ ഒന്ന് ശോധന ചെയ്യുക. നിങ്ങൾ ശുശ്രൂഷകന്മാരാകുന്നുവെങ്കിൽ ഈ വിഷയങ്ങൾ നിങ്ങളുടെ സഭകളിൽ ഏതെങ്കിലും ഒരു സമയത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ പ്രാസംഗികന്മാരെ വിളിച്ച് കൺവെൻഷനുകളിൽ പ്രസംഗിപ്പിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു കൺവെൻഷനിലോ ഒരു ബൈബിൾ ക്ലാസ്സിലോ ഒരു ഉപവാസ പ്രാർത്ഥനയിലോ കാത്തിരിപ്പ് കൂട്ടമെന്ന് പറഞ്ഞൊരു കാര്യം പുതിയ നിയമത്തിൽ ഉപദേശവിഹിതമല്ല. കാത്തിരിക്കേണ്ട കാര്യമില്ല. ആർക്കു വേണ്ടി കാത്തിരിക്കുന്നു? കർത്താവിന് വേണ്ടി കാത്തിരുന്നാലൊന്ന് നല്ലത്. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ട. കാരണം പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് ഇവിടെ വന്നു കഴിഞ്ഞു. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഒരാളിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണമോ? ദയവ് ചെയ്ത് ഉപദേശം പഠിക്കുക. ഒരു വിശ്വാസിയെ അശുദ്ധമാക്കുന്ന വിഷയങ്ങളും അതിൻ്റെ പരിണത ഫലങ്ങളും ഇതുകൂടൊക്കെ പഠന വിഷയങ്ങളിൽ ഒന്ന് പഠിപ്പിക്കണം. 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെയുള്ള നമ്മളുടെ സൺഡേ സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ എരിഹോ വീണ ചരിത്രം, ഇസ്രായേൽ ജനങ്ങളുടെ ചെങ്കടൽ കടന്ന ചരിത്രം, ഇതൊക്കെ പഠിപ്പിക്കുന്നത് നന്നാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഉപദേശങ്ങൾ കൂടെ പഠിപ്പിക്കണം. ഇന്നത്തെ 15 വയസ്സുള്ള അല്ലെങ്കിൽ 17 വയസ്സുള്ള 10-ാം ക്ലാസ് പാസ്സായ ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയോട്, ഞാൻ സ്കൂളിലെ കാര്യമല്ല പറഞ്ഞത്, അവരോട് അവർ പഠിച്ച കണക്ക്, സോഷ്യൽ സ്റ്റഡീസ്, സാമൂഹിക ശാസ്ത്രം, മനഃശാസ്ത്രമൊക്കെ അവർ പറഞ്ഞു കേൾപ്പിക്കും. അങ്ങനെയാണല്ലോ എല്ലാ വിഷയത്തിലും A+ വാങ്ങിക്കുന്നത്. ഈ വേദപുസ്തക സംബന്ധമായ വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിച്ച് A+ വാങ്ങിക്കുന്ന എത്ര 18 വയസ്സുകാർ നമ്മുടെ സഭകളിലുണ്ട്? വേണ്ട, 25 വയസ്സുള്ളവർ എത്ര പേരുണ്ട്? ദൈവവചന പഠനം ദൈവസഭകളിൽ ഇല്ലാതെയായിരിക്കുന്നു. പ്രധാന കാരണം നിങ്ങൾ ദൈവവചനം പഠിക്കുന്നില്ലല്ലോ. ആരുടെയോ ഒരു പുസ്തകത്തിൽ നിന്ന് 501 പ്രസംഗത്തിൽ ഒന്ന് കറക്കിക്കുത്തിയെടുത്തല്ലേ ഇന്നത്തെ പ്രസംഗ വീരന്മാരൊക്കെ പ്രസംഗിക്കുന്നത്? അമേരിക്കയിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിലും പ്ലാറ്റ്ഫോമുകളിൽ പ്രസംഗിക്കുന്ന വിഷയങ്ങൾ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വരുന്നത് രാപകൽ കാണാപ്പാഠം പഠിച്ചിട്ടല്ലേ ഇന്നത്തെ പ്രാസംഗികന്മാർ പലരും പ്രസംഗിക്കുന്നത്? വിശുദ്ധന്മാരെ, എന്നെ തെറ്റിദ്ധരിക്കരുത്, കുറ്റം പറയരുത്, പറഞ്ഞാലും കുഴപ്പമില്ല. ഒരു വിശ്വാസിയെ അശുദ്ധമാക്കുന്ന വിഷയങ്ങളും പരിണത ഫലങ്ങളും നിങ്ങൾ 3 വർഷമോ അല്ല, നിങ്ങളുടെ ശുശ്രൂഷകൾ സഭാവിശ്വാസികൾക്ക് പ്രീണനപരമായതുകൊണ്ട് ഒരു തവണ കൂടെ ഭരിച്ച് ശുശ്രൂഷിച്ച് സമ്പന്നമായി 6 വർഷം കഴിഞ്ഞിട്ട് സ്ഥലം മാറിപ്പോകുമ്പോൾ സ്ഥലം MLA ഉൾപ്പെടെ വന്ന് യാത്രയപ്പ് വാങ്ങിച്ചുകൊണ്ട് പോയി പാരിതോഷികങ്ങളും പ്രീണന തുകയും വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ഈ 6 വർഷം നിങ്ങളെ തീറ്റി തൃപ്തിപ്പെടുത്തി പോഷിപ്പിച്ച് നറപ്പിച്ച എത്ര വിശ്വാസികളെ നിങ്ങൾ സ്വർഗത്തിൽ കർത്താവിൻ്റെ വരവിനെ ഒരുക്കുന്നുണ്ടെന്നുകൂടെ ഒന്ന് പഠിക്കണം, ഒന്ന് ചിന്തിക്കണം. ദൈവം കണക്ക് ചോദിക്കാതെ വിടുകയില്ല. ആകയാൽ ഒരു വിശ്വാസിയെ അശുദ്ധമാക്കുന്ന വിഷയങ്ങളും ആ അശുദ്ധമായി ജീവിക്കുന്ന വ്യക്തിക്കും അതിന് കാരണമായി കണ്ണടയ്ക്കുന്ന ശുശ്രൂഷകന്മാർക്കും വരുവാൻ പോകുന്ന പരിണതഫലം എന്താണെന്നുകൂടെ വിളിച്ച് പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ വിഷയത്തെ സംബന്ധിച്ച് സഭയുടെ വീണ്ടെടുപ്പുകാരനും സ്ഥാപകനും
മഹാപുരോഹിതനുമായി ദൈവപുത്രൻ അരുളി ചെയ്ത തിരുവചനം ശ്രദ്ധിക്കുക. വായ്ക്കകത്ത് കടക്കുന്നതെല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നുവെന്ന് ഗ്രഹിക്കുന്നില്ലയോ? വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ശ്രദ്ധിച്ചു കേൾക്കുക, എണ്ണി എണ്ണി: ദുശ്ചിന്ത, ഈവിൾ തോട്ട്സ്; കൊലപാതകം, മർഡേഴ്സ്; വ്യഭിചാരം, അഡൽട്ടറീസ്; പരസംഗം, ഫോർണിക്കേഷൻസ്; മോഷണം, തെഫ്റ്റ്സ്; കള്ളസാക്ഷ്യം, ഫോൾസ് വിറ്റ്നസ്; ദൂഷണം, ബ്ലാസ്ഫമീസ് എന്നീ 7 വിധ കാര്യങ്ങൾ മനുഷ്യനെ അശുദ്ധനാക്കുന്നു. ഇവ ഒന്നൊന്നായി ഒന്ന് വിവരിപ്പാൻ സമയവും സ്ഥലവും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് നിഷ്കളങ്കമായി ആഗ്രഹിക്കുകയാണ്. ഒരു വ്യക്തിയെ കണ്ടാൽ, ഒരു കുടുംബത്തെ കണ്ടാൽ, ഒരു സ്ത്രീയെ കണ്ടാൽ, ഒരു അവിവാഹിതയെ കണ്ടാൽ, ഒരു അവിവാഹിതനെ കണ്ടാൽ, ഒരു സൗന്ദര്യവാനെയോ സൗന്ദര്യവതിയെയോ കണ്ടാൽ ഉടനെ ഹൃദയത്തിൽ തോന്നുന്ന തെറ്റായ ചിന്ത, അതാണ് ഈവിൾ തോട്ട്സ്. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് കാണിക്കേണ്ടതിന് വേണ്ടി മുഖം തിരിച്ചേക്കാം. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ കണ്ട സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാകുന്നുവെങ്കിൽ അതാകുന്നു ദുഷ്ചിന്ത. കൊലപാതകം എത്ര വിധത്തിൽ! വരുവീൻ, യിരെമ്യാവിനെ നമുക്ക് വാക്കുകൊണ്ട് കൊല്ലാം എന്ന് പറഞ്ഞ ആത്മീയ കൊലപാതകന്മാർ യിരെമ്യാവിന്റെ കാലത്തുണ്ടായിരുന്നുവല്ലോ. അവണ്ണം ഇന്നും ഉണ്ട് എന്നുള്ളത് സത്യം. പല വ്യക്തികളെ കണ്ടാൽ പഴയ ആത്മീയത്തിൽ നിന്ന് ക്ഷീണിച്ച് ഇടറി പിന്മാറിപ്പോയിരിക്കുന്നു. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ പാസ്റ്ററുടെ പ്രസംഗം, ഞങ്ങളുടെ കമ്മിറ്റി എന്നോട് കാണിച്ച അപരാധം, എൻ്റെ കൂട്ടുകാരനായിരിക്കുന്ന ആ സഭയിലെ മൂപ്പൻ എന്നോട് കാണിച്ച അപരാധം വേണ്ടവേ വേണ്ട. അവൻ ആത്മീയമായി കർത്താവിൽ നിന്ന് വേർപെട്ടു പോയി. മർഡേഴ്സ് എന്ന് പറഞ്ഞാൽ മരണത്തിന് വിധേയമാകുന്ന പാപങ്ങൾ. അടുത്തത് വ്യഭിചാരമാണ്, അഡൽട്ടറീസ്. പലവിധ വ്യഭിചാരങ്ങളുണ്ട് കേട്ടോ. ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. ഫോർണിക്കേഷൻ, വിവാഹിതരോ അവിവാഹിതരോ നിയമവിരുദ്ധമായി ആത്മീയമായോ ശാരീരികമായോ ഇടപെടുന്ന വിഷയങ്ങൾ ഫോർണിക്കേഷൻ. മോഷണം, ഉടമസ്ഥൻ അറിയാതെ എടുക്കുക, അറിഞ്ഞുകൊണ്ട് അവനെ അറിയിക്കാതെ മാറ്റുക, ഉടമസ്ഥന്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് പിടിച്ചു പറിക്കുക, രാത്രിയിൽ ആരും അറിയാതെ അടിച്ചു മാറ്റുക. ഇതൊക്കെ തെഫ്റ്റാണ്. ശ്രദ്ധിക്കണം. കർത്താവിന് കൊടുക്കേണ്ട ഭൗതിക നന്മകൾ കൊടുക്കാതെ, അതിൻ്റെ പൂർണ്ണ തുക കൊടുക്കാതെ വകമാറ്റി ചെയ്യുന്ന സകല പ്രവൃത്തികളും മോഷണമാണ്. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ആഹാരം ഉണ്ടാകേണ്ട ദശാംശം മുഴുവനും കൊണ്ടുവരണമെന്നാണ് എഴുതിയിരിക്കുന്നത്. മരുമകൻ പാസ്റ്റർ ആണെങ്കിൽ ദശാംശം എടുത്ത് മകന് കൊടുക്കുവാൻ തിരുവചനത്തിൽ പ്രമാണം ഇല്ല. മക്കളാണ് ശുശ്രൂഷകന്മാരെങ്കിൽ ദൂരെ ഇരിക്കുന്ന മക്കൾക്ക് ദശാംശത്തിൽ നിന്നും സ്തോത്ര വഴിപാടിൽ നിന്നും നിലത്തിൽ കൊയ്യുന്ന, നിലത്തിൽ നിന്നെടുക്കുന്ന ഫലത്തിൽ നിന്നും ദൈവസഭയ്ക്ക് കൊടുക്കാതെ കൊടുക്കുവാൻ പ്രമാണം ഇല്ല. അതൊക്കെ മോഷണമാണ്. അടുത്തത് കള്ളസാക്ഷ്യം. അനുഭവിച്ചിട്ടില്ലാത്തതും കാണാത്തതുമായ കാര്യങ്ങൾ വീമ്പിളക്കിക്കൊണ്ട് സഭയുടെ മുൻപാകെ ആരെയോ ബോധിപ്പിക്കേണ്ടതിന് വേണ്ടി കള്ളം പറയുന്നു. കള്ളം പറയുന്നവർ സൂത്രക്കാർ, ജാലക്കാർ. ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെട്ടേ മതിയാകൂ. ഇത് വേറെ ആരും പറഞ്ഞതല്ല, കർത്താവ് പറഞ്ഞതാണ്. കാണാത്തതും പ്രാപിക്കാത്തതുമായ കാര്യം ദൈവസഭാ മുൻപാകെയും സഭാ യോഗത്തിലും പറയുന്നത് കള്ളസാക്ഷ്യം. അടുത്ത ദൂഷണം, ബ്ലാസ്ഫമീസ്. ദൈവത്തിന് വിപരീതമായും ദൈവവചനത്തിന് വിപരീതമായും ദൈവസഭയിലെ വിശ്വാസികൾക്ക് വിപരീതമായും പറയുന്ന നുണയും കൊതിയും ബ്ലാസ്ഫമീസ് എന്നീ 7 വിധ കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ അശുദ്ധരാക്കുന്നു. രാജകീയ പൗരോഹിത്യവർഗവും പഴയ നിയമ പൗരോഹിത്യവർഗവും അവരുടെ പ്രവൃത്തികളും ഇവരുടെ പ്രവൃത്തികളും തമ്മിലുള്ള താരതമ്യമാണ് ഇപ്പോൾ നാം പഠിക്കുന്നത്. അവർ വഴിയിൽ നടക്കുമ്പോഴും അവർ കൈകൊണ്ട് ചെയ്യുന്ന
പ്രവൃത്തികൾക്കും പാപപരിഹാരത്തിനായി ആലയത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ താമ്രത്തൊട്ടിയിലെ വെള്ളം കൊണ്ട് കൈകാലുകൾ കഴുകിയാൽ അവരുടെ പാപം ക്ഷമിച്ചു എന്നവർ വിശ്വസിക്കുന്നു. പക്ഷേ ഇത് 7 തവണ കഴുകിയാലും 70 തവണ കഴുകിയാലും ഈ വിധ വിഷയങ്ങൾ ചെയ്യുന്നവർക്ക് വിശുദ്ധി പ്രാപിപ്പാൻ കഴിയുന്നതല്ല. മത്തായി എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം 17 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മുടെ അരുമരക്ഷിതാവ് പറഞ്ഞ വാക്കുകളാണ് ഈ പറഞ്ഞത്. രണ്ടാമത്, പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയുന്നതല്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? അതുകൊണ്ട് ഇന്നത്തെ ആത്മീയഗോളത്തിലുള്ള വ്യക്തികൾ ഈ വചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പട്ടച്ചാരായവും വാറ്റുചാരായവും കുടിക്കുന്നവരുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് തിരുവചനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, മദ്യപാനി സ്വർഗരാജ്യം അവകാശം ആക്കുകയില്ല. അപ്പം പുറത്തു നിന്ന് അകത്തേക്ക് ചെല്ലുന്നൊന്നും അവനെ അശുദ്ധമാക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഭക്ഷണപാനീയങ്ങളുടെ ബന്ധത്തിലുള്ള കാര്യങ്ങളാണ്. അത് അവന്റെ ഹൃദയത്തിലല്ല, വയറ്റിലേക്ക് അത്രേ ചെല്ലുന്നത്, പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതോടുകൂടെ ശുദ്ധി വരുന്നു എന്ന് അരുമരക്ഷിതാവ്, ദഹന പ്രക്രിയ ശരീരത്തിൽ ഉണ്ടാക്കിയ സൃഷ്ടിതാവ് പറഞ്ഞ പദമാണ്. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതോ അതത്രേ മനുഷ്യനെ അശുദ്ധൻ ആക്കുന്നത്. അകത്ത് നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ. ഇനിയും ശ്രദ്ധിക്കുക, മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 17 മുതൽ താഴോട്ട് എഴുതിയ വാക്യങ്ങൾ തന്നെ മർക്കോസ് പറയുകയാണ്. ഈ പദങ്ങൾ, ഈ സുവിശേഷം പത്രോസിന്റെ ശിഷ്യനായിരുന്ന മർക്കോസ് ഈ വിഷയം നേരിട്ട് കേട്ട പത്രോസിൽ നിന്നും കേട്ട് എഴുതിയിട്ടുള്ളതാണ്. പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധനാക്കാൻ കഴിയുകയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ? അതവന്റെ ഹൃദയത്തിലല്ല, വയറ്റിലേക്ക് അത്ര ചെല്ലുന്നത്, അത് മറപ്പുരയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുന്നു എന്ന് പറഞ്ഞു. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്ത് നിന്ന്, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, നേരത്തെ അത് വ്യാഖ്യാനിച്ചു, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ഉള്ളതിന് മേലെ ആഗ്രഹിക്കുക, അതിന് എന്ത് അടവും നടത്തും, കവച്വസ്നെസ്, ദുഷ്ടത, വിക്കറ്റ്നെസ്, ചതി, ഡിസീറ്റ്. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ ഒരു ഡിസീറ്റുകാരൻ കർത്താവിങ്കൽ വന്ന ചരിത്രം എഴുതിയിട്ടുണ്ട്. പേര് നീളത്തിൽ കുറിയവനായിരിക്കുന്ന സഖായി വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ കോമ്പൻസേഷൻ ഉൾപ്പെടെ തിരിച്ചു കൊടുക്കാമെന്ന്. ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത ആദിയായ 13 വിഷയങ്ങൾ മനുഷ്യനെ അശുദ്ധരാക്കുന്നു. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഇതിൽ ചില വിഷയങ്ങൾ അല്പമായി വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. അല്പം കൂടെ ക്ഷമയോടുകൂടെ നിൽക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അത് തുടർന്ന് നമുക്ക് വിചിന്തനം ചെയ്യേണ്ടതാണ്. പരിശുദ്ധ പിതാവേ, നന്ദിയോടുകൂടെ സ്തോത്രം. അങ്ങയുടെ വചനത്തിൻ്റെ മുൻപാകെ നിൽക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും ചിന്തിക്കുവാനും ചിന്തിപ്പിക്കുവാനും തന്ന കൃപയ്ക്കായി സ്തോത്രം. കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കാതെ ദൈവസനിൽ വിശ്വസ്തരുമായി നിൽപ്പാൻ, വിശ്വാസയോഗ്യമായ വിഷയങ്ങൾ കേട്ട് അതിനനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങൾക്കും കൃപ തരണം. കേൾവിക്കാരായ ദൈവദാസീദാസന്മാരെ അങ്ങയുടെ ബലമുള്ള കൈകളിൽ താഴ്ത്തി സമർപ്പിച്ച് താഴ്മയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.